തന്റെ ഭാഷയെപ്പോലെ മറ്റു പ്രാദേശിക ഭാഷകളെയും സ്നേഹിച്ചിരുന്ന വ്യക്തിയായിരുന്നു UR അനന്തമൂർത്തിയെന്ന് MT ഓർമ്മിച്ചു. മലയാളത്തെ രണ്ടാം ഭാഷയായി കാണുന്നതെന്തിനെന്ന ചോദ്യം ആദ്യം ഉന്നയിച്ചത് UR അനന്തമൂർത്തിയായിരുന്നെന്നും MT പറഞ്ഞു. MG യൂണിവേഴ്സിറ്റിയിൽ വൈസ് ചാൻസലറായി വരുന്നതിന് മുമ്പ് തന്നെ അനന്തമൂർത്തി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരാളാണ്, നമ്മുടെ സ്വന്തം ഒരു എഴുത്തുകാരനെ പോലെ. അദ്ദേഹം ഒരിക്കൽ പ്രസംഗിച്ചിട്ടുണ്ട്. അപ്പോൾ ആ സ്ഥിതി മാറി. എനിക്ക് കന്നഡത്തിൽ എഴുതുന്നേക്കാൾ അധികം എനിക്ക് റോയൽറ്റി കിട്ടുന്നത് എൻ്റെ പുസ്തകങ്ങൾ മലയാളത്തിൽ വന്നിട്ട് അതിൽ നിന്നാണ് എന്ന് അദ്ദേഹം പ്രസംഗിച്ചിട്ടുണ്ട്, ഞാൻ കൂടിയുള്ള ഒരു സമ്മേളനത്തിൽ വെച്ച്. അനന്തമൂർത്തിയും താനും തമ്മിലുള്ള അഗാധമായ ബന്ധത്തെയും MT അനുസ്മരിച്ചു. അങ്ങനെ പല പേരുകളിലും വെച്ച് സംസാരിക്കാനും ചിലപ്പോൾ എതിർക്കും, സ്വാഭാവികമാണ്. എങ്കിലും പുതിയ അദ്ദേഹമായിട്ട് ഇടപഴകുമ്പോൾ പുതിയ ചിന്താധാരകൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരും. അതായിരുന്നു അനന്തമൂർത്തിയുടെ ഏറ്റവും വലിയ മഹത്വം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. മന്ത്രി KP മോഹനൻ, MP വീരേന്ദ്രകുമാർ, KP രാമനുണ്ണി തുടങ്ങിയവർ പങ്കെടുത്തു. മീഡിയ 1 കോഴിക്കോട്.